ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സുഖമായിട്ടിരിക്കുക, ഞാനുള്ള സുഖമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് കയറി കാണും. ഓക്കെ, ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു സൈഡിൽ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി പരിപാടി തുടങ്ങണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതുമല്ല ചോറ് അടുപ്പിരിക്കുന്നേ ഉള്ളൂ. ഇത് ചെറിയ ഫ്ലെയിമാണ്, ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിയണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം മിക്സിയിട്ട് അരച്ചതിന് ശേഷം അതിലിട്ടതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ വയറ്റുവാണ്. നല്ലോണം ഇത് വയറ്റി ഒരു റെഡിയായി വരുമ്പോഴേക്കാണ് നമുക്ക് ബാക്കി ഇതിൽ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വരട്ടി ഒരു സൈഡാക്കി വെച്ചേക്കുവാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം. ആ ചൂടാക്കിയ വെള്ളം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. തേങ്ങ ഒഴിച്ച് മിക്സിയിട്ട് അടിച്ച് സെറ്റാക്കി വെക്കണം. അപ്പോഴേ ഉരുളക്കിഴങ്ങ് അപ്പോൾ അതിലൂടെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ഇത് വെള്ളം ചൂടാവട്ടെ. എല്ലാം ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ഇത് വരട്ടാൻ കുറച്ചുണ്ട്. അപ്പോൾ ഇത് വലിയ ഫ്ലെയിമിലോട്ട് മാറ്റിയേ ഉള്ളൂ. ഓക്കെ, ഇത് പെട്ടെന്ന് ചൂടാക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറി പോലെ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, എന്തൊക്കെ കാണാം. ഓക്കെ, അയ്യോ, നല്ല അടിപൊളി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പൊടിയാക്കി സെറ്റ് ആയിട്ടുണ്ട്. മല്ലിയില, കരിവേപ്പില, നമ്മുടെ തേങ്ങാപ്പാൽ, മസാല ഐറ്റംസ് എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു കിടിലം കറി ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ചോറ് വേദനയ്ക്ക് ഉച്ചയ്ക്കാണ്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് നല്ല ഗംഭീരമായിട്ട് നല്ല കിട്ടിലൊരു ചോറും നല്ല ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കാം. ഓക്കെ, ഉണ്ടാക്കിയ കറിയും ചോറും കഴിച്ചാലും നല്ല ചൂട് ചോറും നല്ല അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചാലും ചൂട് ചോറ് സെറ്റാക്കി വെച്ചേക്കുവാണ്. അത് കോഴി പാത്രത്തിലോട്ടാക്കാം. ചൂട് കറിയുടെ ഇതിലോട്ട് തട്ടിയാലോ. അയ്യോ, എന്താ അല്ലേ. നല്ലോണം എല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കോഴി പാത്രത്തിലോട്ട് ഇടാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇതൊന്ന് കഴിച്ചാലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയണ്ടേ, കഴിച്ചു നോക്കിയാലോ. ചൂടാണ്. കൊള്ളാം, അടിപൊളി. ഉപ്പ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ആ മല്ലിയിലൊക്കെ ടേസ്റ്റ് കൊള്ളാം, അടിപൊളി. നിങ്ങളെല്ലാം സെറ്റാക്കി നോക്കിയിട്ട് അടിപൊളി അറിയാം. കൊള്ളാം, ചൂടായിട്ടാണ്. കൊള്ളാം, സാധനം പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.